ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓം അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സോപദാന്തിഹം. വന്ദേഹം ശ്രീഗുരും ശ്രീയുത പദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യ ദേവം ശ്രീ രാധാകൃഷ്ണ പാദാൻ സഹഗണ ലളിത ശ്രീ വിശാഖാനിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനു സുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപശ്ച കൃപാ സിന്ധൂപയേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭോ നമോ നമഃ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിന്റെ 10ാം സ്കന്ധത്തിൽ ശ്രീകൃഷ്ണ അവതാരത്തെ പറ്റിയുള്ള വിശദ വിവരണമാണ് പ്രതിപാദിക്കുന്നത്. 10ാം സ്കന്ധത്തിലെ ഈ 3ാം അധ്യായത്തിലെ ശ്ലോകം 7, 8 മുതൽ 9, 10 വരെ നമുക്ക് ഇപ്പോൾ കേൾക്കാം. അപ്പോൾ വിശദമായി നമുക്ക് എങ്ങനെയാണ് ഭഗവാൻ ഈ ഭൂമിയിൽ വന്ന് അവതരിച്ചത് എന്നാണ് നമുക്ക് ഈ ശ്ലോകങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുക. അതായത് നാം എല്ലാം ജനിക്കുന്നത് പോലെ അല്ല ഭഗവാൻ ദേവകി മാതയിൽ നിന്ന് വന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്ന വിധത്തിലാണ് ഈ ശ്ലോകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അതായത് ശ്ലോകം 7, 8 ഒരുമിച്ചാണ്. മോമോ ചൂർമുനയോ ദേവാ സുമനാംസി മുദാനിത മന്ദം മന്ദം ജലധര ജഗർജൂരനുസാഗരം നിശീതേ തമ ഉത്ഭൂതേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപീണാം വിഷ്ണു സർവഗുഹാശയ ആവിരാസീത് യഥാ പ്രാച്യാം ദിശീന്ദൂരിവ പുഷ്കലാം. അതായത് ദേവന്മാരും മഹർഷിമാരും അത്യാഹ്ലാദത്തോടെ പുഷ്പവൃഷ്ടി ചൊരിഞ്ഞതായും ആകാശത്ത് മേഘങ്ങൾ കുമിഞ്ഞുകൂടി സാഗര തിരമാലകളെ അനുകരിച്ച് മൃദുവായി ഇടിമുഴക്കങ്ങളും ഉണ്ടാക്കി. അപ്പോൾ ഭഗവാൻ ദേവകി മാതയുടെ മുന്നിൽ വസുദേവരുടെ മുന്നിൽ പ്രത്യക്ഷനായപ്പോ ദേവന്മാരെല്ലാം പുഷ്പവൃഷ്ടി നടത്തിയതായും മേഘങ്ങളെല്ലാം കുമിഞ്ഞുകൂടി സാഗര തിരമാലകളെ പോലെ ചെറിയ മുഴക്കങ്ങൾ ഉണ്ടാക്കുകയും ഏവരുടെയും ഹൃദയാന്തരങ്ങളെ സ്ഥിതി ചെയ്യുന്ന പരമദിവ്യോത്തമ പുരുഷൻ നിശയുടെ നിറഞ്ഞ അന്ധകാരത്തിൽ കിഴക്കേ ചക്രവാളത്തിൽ പൂർണ്ണ ചന്ദ്രനെ പോലെ ദേവരൂപിണിയായ ദേവകിയുടെ ഹൃദയത്തിൽ നിന്ന് അവതരിച്ചു. അപ്പോ ദേവകി മാതയുടെ ഹൃദയത്തിൽ നിന്നാണ് ഭഗവാൻ അവതരിച്ചത് എന്ന് ഇവിടെ വ്യക്തമായും പറയുന്നു. ഭാവാർത്ഥം നോക്കാം. ബ്രഹ്മസംഹിത 5-ാമത്തേതിൽ 37-ാമത്തെ ശ്ലോകത്തിൽ 5-ാം അധ്യായത്തിലെ 37-ാമത്തെ ശ്ലോകത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത് പോലെ ആനന്ദ ചിന്മയ രസപ്രതിദാപിതാഭിസ്ഥാപിര്യേവ നിജ രൂപതയാ കലാഭി ഗോലോകയേവ നിവസതി അഖിലാത്മഭൂതോ ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. അങ്ങനെ ബ്രഹ്മസംഹിതയിൽ പറഞ്ഞിരിക്കുന്നത് ശ്രീകൃഷ്ണനും അദ്ദേഹത്തിന്റെ അനുയായികളും ഒരേ ആത്മീയ ശക്തികൾ ഉള്ളവരാണെന്ന് ആനന്ദ ചിന്മയ രസഭാവിത അങ്ങനെ മനസ്സിലാക്കാം ഈ ശ്ലോകത്തിൽ വ്യക്തമാക്കുന്നു. കൃഷ്ണന്റെ പിതാവും മാതാവും ഗോപപാലന്മാരായ സുഹൃത്തുക്കളും പശുക്കളും ഒക്കെ ഭഗവാന്റെ വിസ്തരണങ്ങൾ തന്നെയാണ്. ബ്രഹ്മവിമോഹന ലീലയിൽ ഇക്കാര്യം വിശദീകരിക്കുന്നുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മേൽക്കോയ്മ പരീക്ഷിച്ചറിയാനായി ബ്രഹ്മാവ് ശ്രീകൃഷ്ണന്റെ സഹചാരികളെയൊക്കെ അപഹരിച്ചപ്പോൾ ഭഗവാൻ ഇടയ ബാലന്മാരായും പശുക്കുട്ടികളായും സ്വയം വിസ്തരിച്ചു. ബ്രഹ്മവിമോഹന ലീലയിൽ അത് വിശദമായി പറയുന്നുണ്ട്. അവരൊക്കെ വിഷ്ണുമൂർത്തികളായിട്ടാണ് ബ്രഹ്മാവിന് മുന്നിൽ കാണാനായത്. ദേവകിയും ശ്രീകൃഷ്ണ ഭഗവാന്റെ വിസ്തരണമായതുകൊണ്ടാണ് ദേവക്യാം ദേവരൂപണ്യാം വിഷ്ണു സർവഗുഹാശയ എന്നിവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഭഗവാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ വ്യക്തികളും തീർച്ചയായും ഭഗവാന്റെ ധാമത്തിൽ നിന്ന് വന്ന് അവതരിക്കുന്നവരാണ്. അവരൊന്നും സാധാരണ മനുഷ്യരെ പോലെ ഉള്ളവരല്ല. എന്നാൽ നമ്മൾ സാധാരണ മനുഷ്യരെ പോലെ കാണുന്നു എന്ന് മാത്രം. ഭഗവാന്റെ അവതാര വേളയിൽ മഹാമുനികളും ദേവന്മാരും സന്തുഷ്ടരായി പുഷ്പവൃഷ്ടി നടത്തി. കടൽ തീരത്ത് ചെറു തരംഗങ്ങളുടെ ശബ്ദം ഉയർന്നു. കടലിന് മുകളിൽ ആകാശത്ത് മേഘമാലകളുടെ മധുരധ്വനി മുഴങ്ങി.
ഇങ്ങനെ അങ്ങേയറ്റം മംഗളകരമായ ചുറ്റുപാടിൽ ജീവാത്മാക്കളുടെ എല്ലാം ഹൃദയത്തിൽ പള്ളികൊള്ളുന്ന ഭഗവാൻ വിഷ്ണു നിശയുടെ അന്ധകാരത്തിൽ ഒരു ദേവതയെ പോലെ പ്രശോഭിച്ചിരുന്ന ദേവകിയുടെ മുന്നിൽ പരമദിവ്യോത്തമ പുരുഷനായി പ്രത്യക്ഷനായി. പൂർവ്വ ചക്രവാളത്തിൽ ഉദിച്ചുയർന്ന പൂർണ്ണചന്ദ്രന് തുല്യമായിരുന്നു ഭഗവാൻ വിഷ്ണുവിന്റെ അപ്പോഴത്തെ ദർശനം. ശ്രീകൃഷ്ണ പക്ഷത്തിലെ അഷ്ടമി നാളിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭൂമിയിൽ ദേവകി മാതയുടെ ഹൃദയത്തിൽ വന്ന് അവതരിച്ചത്. അപ്പോഴങ്ങനെ പൂർണ്ണചന്ദ്രൻ ഉദിക്കും എന്നൊരു സംശയം ഇവിടെ പ്രസക്തമാണ്. കാരണം കൃഷ്ണപക്ഷമായിരുന്നല്ലോ. അതിന് മറുപടിയായിട്ട് പറയുന്നു, ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ചത് ചന്ദ്രവംശത്തിലാണ്. ചന്ദ്രന്റെ തന്നെ ആധികാരിക ശ്രേണിയായ വംശത്തിൽ ഭഗവാൻ വന്നു പിറന്നതിൽ ചന്ദ്രൻ ആഹ്ലാദം കൊണ്ട് ഉല്ലാസവാനായി തീർന്നതിനാൽ അന്ന് പൂർണ്ണനായിരുന്നെങ്കിലും ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം മൂലം പരിപൂർണ ചന്ദ്രനായി തന്നെ വിളങ്ങി പ്രത്യക്ഷനായി. പരമദിവ്യോത്തമ പുരുഷനെ സ്വാഗതം ചെയ്യാൻ ക്ഷയിച്ചുകൊണ്ടിരുന്ന ചന്ദ്രൻ ആഹ്ലാദാധികാരത്താൽ പൂർണ്ണചന്ദ്രനായി തിളങ്ങിയതായി ഇവിടെ പറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും സാക്ഷാൽ ഭഗവാൻ ഈ ഭൂമിയിൽ അവതരിക്കുമ്പോൾ നക്ഷത്രാദി ദേവന്മാരെല്ലാവരും ആഹ്ലാദചിത്തരായി അവരവരുടെ തൽസ്വരൂപത്തിൽ തന്നെ പ്രതിഫലിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കൃഷ്ണപക്ഷമായിരുന്നിട്ട് പോലും പൂർണ്ണചന്ദ്രനെ കാണാൻ സാധിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. ശ്രീമദ് ഭാഗവതത്തിന്റെ ചില പാഠങ്ങളിൽ ദേവരൂപിണ്യാം എന്ന പദത്തിന് പകരം വ്യക്തമായി വിഷ്ണു രൂപിണ്യാം എന്ന പദം ഉപയോഗിച്ചിട്ടും ഉണ്ട്. രണ്ടായാലും അർത്ഥം ദേവകിക്ക് ഭഗവാന്റേതുപോലെ ആത്മീയ രൂപം തന്നെയാണ് ഉള്ളത് എന്ന് സാരം. ഭഗവാൻ സച്ചിദാനന്ദ വിഗ്രഹനാണ്. ദേവകിയും അതേ ഭഗവാന്റെ അംശം തന്നെയാണ്. അതിനാൽ സച്ചിദാനന്ദ വിഗ്രഹനായ ഭഗവാൻ ദേവകിയുടെ ഗർഭത്തിൽ നിന്ന് ഉത്ഭൂതനായി എന്നതിൽ ആർക്കും വിമർശിക്കാനും ആവില്ല. ഭഗവാന്റെ ആവിർഭാവവും തിരോധാനവും അതീന്ദ്രിയമാണെന്ന് ജന്മ കർമ്മച മേ ദിവ്യം എന്ന ഭഗവത്ഗീത പ്രതിപാദിച്ചിരിക്കുന്നു. പരിപൂർണമായി ഇത് അറിവില്ലാത്തവർ പരമദിവ്യോത്തമ പുരുഷൻ ഒരു സാധാരണ ശിശുവിനെ പോലെ ജനിച്ചു എന്നതിൽ അത്ഭുതപ്പെട്ടേക്കാം. വാസ്തവത്തിൽ ഭഗവാന്റെ ജനനം ഒരിക്കലും സാധാരണം തന്നെയല്ല. പരമദിവ്യോത്തമ പുരുഷൻ ഏവരുടെയും ഹൃദയാന്തരങ്ങളിൽ അന്തര്യാമിയായി പരമാത്മാവായി കുടികൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പൂർണ്ണ ശക്തിയോടെ ദേവകിയുടെ ഹൃദയത്തിൽ സന്നിഹിതനാകയാൽ ദേവകിയുടെ ശരീരത്തിന് പുറത്തും പ്രത്യക്ഷപ്പെടാൻ അദ്ദേഹത്തിന് സാധിച്ചു. 12 മഹാജനങ്ങളിൽ ഒരാളായ ഭീഷ്മദേവൻ, സ്വയംഭൂർ, നാരദ, ശംഭു, കുമാര, കപിലോ, മനു, പ്രഹ്ലാദോ, ജനകോ, ഭീഷ്മ ഇവരാണ് 12 മഹാജനങ്ങൾ. ഭക്തന്മാർക്ക് പിന്തുടരാൻ പറ്റിയ മാതൃകകൾ തന്നെയാണ്. ഭീഷ്മ പിതാമഹൻ ശ്രീമദ് ഭാഗവതത്തിൽ 1-ാം സ്കന്ധത്തിലെ 9-ാം അധ്യായത്തിൽ 42-ാം ശ്ലോകത്തിൽ സൂര്യൻ ഏവരുടെയും ശിരസിന് മുകളിൽ പ്രകാശിക്കുന്നത് പോലെ പരമദിവ്യോത്തമ പുരുഷൻ ഏവരുടെയും ഹൃദയ അന്തർഭാഗത്ത് കുടികൊള്ളുന്നുണ്ട് എന്ന് പറയുന്നു. കോടാനുകോടി മനുഷ്യരുടെ തലയ്ക്ക് മുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്നു എന്ന് വെച്ച് സൂര്യൻ വിഭിന്നനായി സ്ഥിതി ചെയ്യുന്നു എന്നർത്ഥമില്ല. അതുപോലെ പരമദിവ്യോത്തമ പുരുഷന് സങ്കല്പാതീതമായ ശക്തികൾ ഉള്ളതിനാൽ ഏവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുമ്പോഴും വിഭിന്നനായി സ്ഥിതി ചെയ്യേണ്ട കാര്യവുമില്ല. അതായത് ഇവിടെ പറയുന്നത് എത്രയോ കോടി കാതം മൈൽ അകലെ നിൽക്കുന്ന ആ സൂര്യന്റെ ഓരോ കിരണങ്ങളും ഭൂമിയുടെയും മറ്റു പല സ്ഥലത്തും പല രീതിയിലും പതിക്കുന്നത് പോലെ ഭഗവാൻ ഒരേ ഏക സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നവനാണെങ്കിലും ഭഗവാൻ എല്ലാ ഭാഗത്തും സ്ഥിതി ചെയ്യുന്നവനായും ഓരോ ജീവാത്മാക്കളുടെയും ഉള്ളിൽ ഹൃദയ അന്തർഭാഗത്ത് പരമാത്മാവായി കുടികൊള്ളുകയും ചെയ്യുന്നു. എപ്രകാരമെന്നാൽ സൂര്യകിരണങ്ങൾ ഓരോ മണ്ണിലും വിണ്ണിലും ചെളിയിലും ചേറിലും പാറപ്പുറത്തും എവിടെയൊക്കെ പതിക്കുന്നുവോ അതുപോലെ ഭഗവാന്റെ അംശങ്ങളെല്ലാം ഓരോ ജീവജാലങ്ങളിലും ഹൃദയാന്തർഭാഗത്ത് പരമാത്മാവായി കുടികൊള്ളുന്നു എന്നിവിടെ വ്യക്തമായും പറയുന്നു. പക്ഷെ സീമാതീതമായ ശക്തി കൊണ്ട് ഭഗവാന് ഏവരുടെ ഹൃദയത്തിൽ പ്രത്യക്ഷപ്പെടാൻ സാധിക്കും. അങ്ങനെ ദേവകിയുടെ ഹൃദയത്തിൽ ഇരിക്കവേ ഭഗവാൻ അവരുടെ ശിശുവായും പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ സൂര്യനെ പോലെ പ്രത്യക്ഷപ്പെട്ടുവെന്ന് അനുഗ്രഹാശയ വിഷ്ണു പുരാണത്തിൽ ഉണ്ടെന്ന് വൈഷ്ണവോ തോഷിണി ഉദ്ധരിക്കുന്നുണ്ട്. അണുവിനുള്ളിൽ പോലും ഭഗവാൻ സ്ഥിതി ചെയ്യുന്നുണ്ട്. അണ്ടാന്തരസ്ഥ പരമാണു ചയാന്തരസ്ഥം എന്നാണ് പറയുക. ബ്രഹ്മസംഹിതയിൽ ഇത് ഉറപ്പിച്ചും പറയുന്നുണ്ട്. അദ്ദേഹം മധുരയിലും വൈകുണ്ഠത്തിലും ഹൃദയ അന്തർഭാഗത്തും ഒരേ സമയം കാണപ്പെടുന്നു.
അതിനാൽ ഭഗവാൻ ഒരു സാധാരണ ശിശുവിനെ പോലെ ദേവകിയുടെ ഹൃദയത്തിലോ ഗർഭത്തിലോ കഴിഞ്ഞിട്ടില്ലെന്ന് വ്യക്തമായി മനസ്സിലാക്കണം. കംസനെ പോലെയുള്ള അസുരന്മാരെ വിഭ്രമിപ്പിക്കാനായി ഒരു സാധാരണ ശിശു ജനിക്കുന്നത് പോലെ തോന്നിപ്പിച്ചുവെങ്കിലും യഥാർത്ഥത്തിൽ ഭഗവാൻ അങ്ങനെ ആയിരുന്നില്ല അവതരിച്ചത്. ശ്രീകൃഷ്ണൻ ഒരു സാധാരണ കുഞ്ഞിനെ പോലെ ജനിക്കുകയും ഒരു സാധാരണ മനുഷ്യനെ പോലെ ഈ ഭൂമിയിൽ നിന്ന് മറഞ്ഞു പോവുകയും ചെയ്തുവെന്ന് അസുരന്മാർ തെറ്റായി ധരിക്കുന്നു. പരമദിവ്യോത്തമ പുരുഷനെ കുറിച്ച് അറിവുള്ളവർ ഈ ആസുരിക സങ്കല്പങ്ങളെ പുറന്തള്ളിക്കളയുന്നു. അജോ അഭിസന്ന വ്യായാത്മ ഭൂതാനാം ഈശ്വരോ അഭിസൻ എന്ന് ഭഗവത്ഗീത 4-ാം അധ്യായത്തിലെ 6-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഭഗവാൻ അർജന്റാണ്, ജന്മരഹിതനാണ്, എല്ലാത്തിന്റെയും പരമനേതാവുമാണ്. എന്നിരുന്നാലും അദ്ദേഹം ദേവകിയുടെ ശിശുവായി പ്രത്യക്ഷപ്പെട്ടു. പരിപൂർണ ചന്ദ്രനെ പോലെ പ്രത്യക്ഷപ്പെട്ട ഭഗവാന്റെ സങ്കല്പാതീതമായ ശക്തിയെക്കുറിച്ച് ഈ ശ്ലോകം വർണ്ണിക്കുന്നുണ്ട്. ഭഗവാന്റെ അവതാരത്തിന്റെ സവിശേഷ പ്രാധാന്യം മനസ്സിലാക്കുക വഴി അദ്ദേഹം ഒരു സാധാരണ ശിശുവിനെ പോലെ ജനിച്ചുവെന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്. ശ്ലോകം 9ഉം 10ഉം കൂടെ ഒരുമിച്ചാണ് നോക്കാം. തം അത്ഭുതം ബാലമകം ഭുജേക്ഷണം ചതുർഭുജം ശംഖഗദാദ്യുതായുധം ശ്രീവത്സലക്ഷ്മം ഗളശോഭി കൗസ്തുഭം പീതാംബരം സ്വാന്ത്രപദോപയോഗ സൗഭഗം മഹാർഹ വൈഡൂര്യ കിരീട കുണ്ടല തിഷ്വാ പരിഷക്ത സഹസ്രകുന്തളം ഉദ്ദാമകാഞ്ചംഗണാദിഭിർ വിരോചമാനം വസുദേവ ഐക്ഷത. അതായത് താമര പൂവിതൾ പോലെ അത്ഭുതകരങ്ങളായ കണ്ണുകളോടും ശംഖചക്ര ഗദാപത്മങ്ങളാകിയ ആയുധങ്ങൾ ധരിച്ച 4 കരങ്ങളോടും കൂടിയ നവജാത ശിശുവിനെ വാസുദേവർ കണ്ടു. ശ്രീവത്സം കൊണ്ട് അങ്കിതമായ മാറിടവും ജ്വലിക്കുന്ന കൗസ്തുഭവും രത്നം ശോഭിക്കുന്ന കണ്ഠവും വസുദേവർ കണ്ടു. മഞ്ഞ പട്ടുടുത്ത് കാർമേഘം പോലെ ഇരുണ്ട ശരീരവുമായി നീണ്ടു ചിതറിക്കിടക്കുന്ന മുടിയും വിലയേറിയ വൈഢൂര്യങ്ങൾ പതിച്ച അസാധാരണമായി തിളങ്ങുന്ന കിരീടവും കുണ്ടലങ്ങളും ശോഭയാനമാനമായ അരഞ്ഞാണവും തോൾ വളകളും കൈവളകളും മറ്റ് ആഭരണങ്ങളും അണിഞ്ഞ് ആശ്ചര്യകരമായ രൂപത്തോടു കൂടി ആ കുഞ്ഞ് ദർശനം നൽകി. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ എപ്രകാരമാണ് ഭൂമിയിൽ ദേവകി മാതയുടെ പുത്രനായി വന്നു ഭവിച്ചത് എന്ന് വ്യക്തമായും ഈ ശ്ലോകം പ്രതിപാദിക്കുന്നു. അതായത് ചതുർഭുജനായി അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട വിഷ്ണു, മഹാവിഷ്ണു തന്നെയാണ് ശ്രീകൃഷ്ണനായിട്ട് ശ്രീകൃഷ്ണ രൂപത്തിൽ 200 ഫോമില് ഭഗവാൻ അവരുടെ മുന്നിൽ പ്രത്യക്ഷീഭവിച്ചു. വിഷ്ണു ആണ് തന്റെ പുത്രനായി വന്നു ഭവിച്ചത് എന്ന് ദേവകി മാതയ്ക്ക് ബോധ്യമാകാൻ വേണ്ടിയിട്ടാണ് ചതുർഭുജനായി പ്രത്യക്ഷനായത്. അത് കഴിഞ്ഞ് ഭഗവാൻ സ്വയം ശ്രീകൃഷ്ണ ഭഗവാൻ അവരുടെ മുന്നിൽ കുഞ്ഞ് ശിശുവായി അവതരിച്ചു. ആ ശിശുവായി അവതരിച്ച ആ ശ്രീകൃഷ്ണ ഭഗവാന് ആഭരണങ്ങൾ അണിഞ്ഞിരുന്നതായും കവചകുണ്ടലങ്ങൾ അണിഞ്ഞിരുന്നതായും മുടി നല്ല നീണ്ട് കറുത്ത് ഇരുണ്ട് ചുരുൾ മുടിയോട് കൂടിയും കസ്തൂഭരത്നം അണിഞ്ഞതായും വൈഡൂര്യങ്ങൾ പതിച്ച അസാധാരണമായ തിളങ്ങുന്ന കിരീടം വച്ചിരുന്നതായും കൈവളകളും മറ്റ് ആഭരണങ്ങൾ അണിഞ്ഞതായും ഒക്കെ വസുദേവരും ദേവകി മാതയും കാണുകയാണ്. എന്തത്ഭുതമല്ലേ! ഭഗവാൻ അങ്ങനെ തന്നെ വന്ന് അവതരിച്ചതായി നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. ഭാവാർത്ഥത്തിൽ പറയുന്നു, അത്ഭുതം എന്ന വാക്കിനെ സാധൂകരിക്കാനായി നവജാത ശിശുവിന്റെ അലങ്കാരങ്ങളും ഐശ്വര്യങ്ങളും വിസ്തരിച്ച് തന്നെ ഇവിടെ വർണ്ണിച്ചിരിക്കുകയാണ്. ബ്രഹ്മസംഹിത 5-ാം അധ്യായത്തിലെ 30-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ബർഹാവതം സമസിതാംബുദ സുന്ദരാംഗം എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. ഭഗവാന്റെ മനോഹര രൂപം സാന്ദ്രമേഘങ്ങളുടെ കറുത്ത വർണ്ണ നിറമാർന്നതാണ്. അസിതം എന്നാൽ കറുത്തതെന്നും അംബുദം എന്നാൽ മേഘമെന്നും അർത്ഥം. ചതുർഭുജം എന്ന വാക്കിൽ നിന്ന് ശ്രീകൃഷ്ണൻ ആദ്യം 4 കരങ്ങളായി വിഷ്ണു ഭഗവാനായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടതെന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. മനുഷ്യരുടെ ഇടയ്ക്ക് ഒരു സാധാരണ ശിശുവും 4 കരങ്ങളുമായി ജനിച്ചിട്ടില്ല തന്നെ. അതുപോലെ പൂർണ്ണമായും വളർന്ന ചുരുണ്ട മുടിയുമായി ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടോ? അപ്പോൾ ഭഗവാന്റെ അവതാരം ഒരു സാധാരണ ശിശുവിന്റെ ജനനത്തിൽ നിന്ന് തീർച്ചയായും വ്യത്യസ്തം തന്നെയാണ്. ചിലപ്പോൾ നീലയായും ചിലപ്പോൾ മഞ്ഞയായും മറ്റു ചിലപ്പോൾ ചുവപ്പായും കാണപ്പെടുന്ന വൈഢൂര്യം എന്ന രത്നം വൈകുണ്ഠ ലോകത്തു നിന്ന് ലഭിക്കുന്ന ഒന്നാണ്.
അല്ലാതെ ഈ ഭൗതിക ലോകത്തുള്ളതല്ല. അതും ഭഗവാന്റെ മാറിടത്തിൽ ഉണ്ടായിരുന്നു. ഭഗവാന്റെ കിരീടവും കുണ്ടലങ്ങളും ഈ പ്രത്യേക രത്നങ്ങൾ പതിച്ച് അലങ്കരിച്ചിരുന്നതായും പറയുന്നു. ഇതൊന്നും ഭൗതിക ലോകത്ത് ഉള്ളതേ അല്ല. എല്ലാം ഭഗവാൻ, സാക്ഷാൽ ഭഗവാൻ അങ്ങനെ തന്നെ ഭൂമിയിൽ വന്ന് അവതരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഉദാഹരണങ്ങളാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഹരിബോൽ, ഹരേ കൃഷ്ണ. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ദയവായി ഇത് മാക്സിമം ആൾക്കാരിൽ എത്തിക്കാനായിട്ട് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹരിബോൽ, ഹരേ കൃഷ്ണ. താങ്ക് യു.